കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അംബേദ്കർ പരാമർശത്തെ ചൊല്ലി പാർലമെന്റിനകത്തും പുറത്തും ഭരണപ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും നാളത്തേക്ക് പിരിഞ്ഞു. നാടകീയ രംഗങ്ങളാണ് പാർലമെന്റിന് പുറത്ത് അരങ്ങേറിയത്. പ്രതിഷേധത്തിനിടെ എംപിമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അമിത് ഷാ അംബേദ്കറെ അപമാനിച്ചെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. നീലവസ്ത്രങ്ങൾ ധരിച്ച് പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. NDA ഇന്ത്യ സഖ്യ എംപിമാർ നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം മുഴക്കി. പാർലമെന്റിന് പുറത്ത് ഭരണപ്രതിപക്ഷാംഗങ്ങൾ മാർച്ച് നടത്തി. അംബേദ്കറിന്റെയും നെഹ്റുവിന്റെയും ചിത്രങ്ങളേന്തിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ നേർക്കുനേർ എത്തിയതോടെ ഉന്തും തള്ളുമുണ്ടായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും പ്രിയങ്ക ഗാന്ധിയെയും BJP എംപിമാർ പിടിച്ചു തള്ളിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഹുൽ ഗാന്ധി BJP എംപിമാരെ തള്ളിയെന്ന് BJPയും ആരോപിച്ചു. പരിക്കേറ്റ BJP എംപിമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി BJP അറിയിച്ചു. പിടിച്ചു തള്ളിയപ്പോൾ താൻ നിലത്ത് വീണെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ കാലിന് പരിക്ക് പറ്റിയെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. बाबा साहब के बारे में, जवाहरलाल नेहरू जी के बारे में जो कहे हैं सब झूठ है। और मैं अगर पार्लियामेंट में मुझे अवकाश मिलता, समय मिलता, तो मैं आज बताने वाला था बाबा साहब अम्बेडकर का लेटर जो लिखा हुआ था. രാഹുൽ ഗാന്ധി എംപിമാരെ തള്ളിയിട്ടെന്ന BJPയുടെ പരാതിയിൽ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ നാഗാലാൻഡിൽ നിന്നുള്ള BJP MP ഫോങ്നോൻ കോന്യാക് രാജ്യസഭാ ചെയർമാന് പരാതി നൽകി. രാഹുൽ ഗാന്ധി ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. രാജ്യസഭാ എംപിമാർക്ക് നേരെയുള്ള ആക്രമണം പരിശോധിക്കാമെന്ന് ജഗ്ദീപ് ധൻകർ ഉറപ്പു നൽകി. വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോര് മുറുകുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.